ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിരുന്നു എക്കണോമിക് ആക്ടിവിറ്റീസ് അഥവാ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അല്ലെ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോവാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്നാണ്. എടാ, നമുക്ക് വരുമാനം കിട്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അഥവാ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് വരുമാനം ലഭ്യമാകുന്ന, നമുക്ക് പ്രതിഫലമായിട്ട് വരുമാനം അല്ലെങ്കിൽ ഇൻകം ലഭിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് എല്ലാത്തിനെയും നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് കണക്കാക്കാം. ഓക്കെ, അതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്, കണ്ടോ. നമ്മുടെ തേയില അല്ലെ, ആദ്യത്തെ ചിത്രത്തിൽ തേയില നുള്ളിയെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ അവ സംസ്കരിച്ച് പൊടികളാക്കി അല്ലെ, തേയില പൊടിയാക്കി മാറ്റുന്നു. ദെൻ പിന്നെ അവിടെ പാക്ക് ചെയ്ത് വെച്ചൊക്കെ നമുക്ക് കാണാം അല്ലെ, സൂക്ഷിച്ചു വെച്ചു അല്ലെ, അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ തേയിലച്ചെടിയിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കുന്നു. ദ ലീവ്സ് ആർ പ്ലക്ക്ഡ് ഫ്രം ദ ടീ പ്ലാന്റ്സ് അല്ലെ, അതായത് നുള്ളിയെടുക്കുന്നു. അതൊക്കെ പറഞ്ഞത് കേട്ടോ, അതാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് നമ്മളെ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസിലുള്ള വസ്തുക്കളൊക്കെ സാധനങ്ങളൊക്കെ മാനുഫാക്ചറിങ് നടക്കുന്നത് സെക്കൻഡറി ഫംഗ്ഷൻ എന്നാണ് കേട്ടോ. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദേ ആർ ടേക്കൺ ടു ദ ഫാക്ടറി ആൻഡ് ആർ പ്രോസസ്ഡ് ഇൻ ടു ടീ പൗഡർ. ഓക്കെ, അതായത് അവ ഫാക്ടറിയിൽ എത്തിച്ചെന്താണ് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു. അത് പിന്നീട് തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ സമീപത്തുള്ള കടകളിലൊക്കെ എത്തിക്കുന്നു. അത് ടെറിഷറി സെക്ടർ ആണ്. അതായത് 3 സെക്ടർ നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ്. അതായത് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് 3 മേഖലകളായിട്ട് തരംതിരിക്കാം. അതാണ് പ്രൈമറി സെക്ടർ. ഫോർ എക്സാമ്പിൾ, പ്രൈമറി സെക്ടറിലാണ് ഇപ്പോൾ നമ്മുടെ തേയില തന്നെ നോക്കുകയാണെങ്കിൽ തേയില നുള്ളിയെടുക്കുന്നു അല്ലെ, കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാം പ്രൈമറി സെക്ടറിലാണ് വരിക. അതുപോലെ പ്രൈമറി ആക്ടിവിറ്റീസിലാണ് വരിക. സെക്കൻഡറി സെക്ടറിൽ വരിക നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ള സാധനങ്ങളൊക്കെ മാനുഫാക്ചറിങ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സെക്കൻഡറി ഫംഗ്ഷനിൽ നിന്നാണ്. അതുപോലെ ഈ 2 ഫംഗ്ഷനെയും ഹെൽപ്പ് ചെയ്യുന്ന മൂന്നാമതൊരാളുണ്ട്, അതാണ് ടെറിഷറി സെക്ടർ. അതായത് നമുക്ക് സാധനങ്ങൾ വാഹനങ്ങളിലാക്കി കടകളിലേക്ക് എത്തിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, അതൊക്കെ അതായത് പലതരം സേവനങ്ങളൊക്കെ വരുന്നത് ടെറിഷറി സെക്ടറിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പ്രൈമറി സെക്ടറിൽ ഇപ്പൊ നമുക്ക് പരുത്തി പറയാം. പരുത്തി, കോട്ടൺ ആണെങ്കിൽ കോട്ടൺ കൃഷി അല്ലെങ്കിൽ പരുത്തി കൃഷി പ്രൈമറി സെക്ടർ, പ്രൈമറി ആക്ടിവിറ്റി ആണ്. സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് നമ്മൾ വസ്ത്രങ്ങളാക്കി മാറ്റുന്ന ഒരു പരിപാടിയില്ലേ, അത് കഴിഞ്ഞിട്ട് അത് ഷോപ്പിലേക്ക് എത്തിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക, അതൊക്കെ ടെറിഷറി സെക്ടറിൽ വരുന്ന. അതുപോലെ നമ്മുടെ റബ്ബർ കൃഷി അല്ലേ, റബ്ബർ കൃഷി ചെയ്യുന്നത് പ്രൈമറി സെക്ടർ ആണ്. അത് പിന്നീട് റബ്ബർ ഷീറ്റുകളാക്കി മാറ്റുന്നു. പിന്നീട് അത് ടയറൊക്കെ ആവുന്നുണ്ട് അല്ലേ, അത് ടയർ ആവുന്നുണ്ട്. ടയർ അല്ലേ, നമ്മുടെ ടയർ. അതുപോലെ നമ്മുടെ ചെരുപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ്, നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന ഒരു ഗ്ലൗസ്, നമ്മുടെ റബ്ബർ അല്ലേ, നമ്മളെ ഒരു മുടിക്കൊക്കെ കിട്ടുന്ന ഒരു റബ്ബർ, അങ്ങനെ ഒരുപാട് റബ്ബറായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതും വെച്ച് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, നോക്കിക്കോ. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ ആണ് മിസ് പറയുന്നത്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? അതിലെല്ലാം പെടില്ലേ, നമ്മുടെ മണ്ണ് വരും, ഇനി എന്ത് വരും? വെള്ളം വരും. ഇതൊക്കെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ സോയില്, സൺലൈറ്റ്, ഇതൊക്കെ നാച്ചുറൽ റിസോഴ്സസുകളാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത്, ഇതിനൊക്കെ നമ്മൾ ഡയറക്ട്ലി യൂസ് ചെയ്ത് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്രൈമറി ആക്ടിവിറ്റീസിലാണ് വരുന്നത്. അതായത് കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാ കൊടുക്കുന്നത്? പ്രൈമറി സെക്ടർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൃഷിക്കാണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി സെക്ടറിനെ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ അഥവാ കാർഷിക മേഖല എന്ന് വിളിക്കുന്നുണ്ട്. ഇത് നമ്മൾ പരുത്തി ചെയ്യുന്നു, അതുപോലെ എന്ത് കൃഷി ആയിക്കോട്ടെ അല്ലെ, റബ്ബർ കൃഷി, പരുത്തി കൃഷി, അതുപോലെ
ടീ തേയില, അതുപോലെ നമ്മുടെ മീൻ വളർത്തൽ, കോഴികളെ വളർത്തുക, പശുവിനെ വളർത്തുക, ഇതൊക്കെ എന്താ, അതൊക്കെ ഒരു ഫാമിംഗ് ആണ് അല്ലെ. ഇതൊക്കെ എന്താണ് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കോ, ഉദാഹരണം കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം, ഇതൊക്കെ എന്താ തുടങ്ങിയവയൊക്കെ എന്താണ് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ എന്തും ആയിക്കോട്ടെ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ഡയറക്ട്ലി യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് പ്രൈമറി സെക്ടർ അഥവാ നമ്മുടെ പ്രാഥമിക മേഖലയിലാണ്. ഓക്കെ, അപ്പൊ പ്രാഥമിക മേഖലയിൽ നമുക്ക് എന്തു ആയിക്കോട്ടെ, പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്, റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട്, ടീ എല്ലാ കൃഷികളും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ആയിട്ട് പറയാം കേട്ടോ. എല്ലാ കൃഷികളും, ജൂട്ട്, ചണം, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്താണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ എല്ലാ കൃഷിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പ്രൈമറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. അതായത് പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ് അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖല എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേതാണ് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖല. അതായത് നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ള സാധനങ്ങളൊക്കെ എന്താണ്, നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ എന്താണ് അവ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്, പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടറിൽ വെച്ചിട്ടാണ്. ഓക്കെ, നോക്കിക്കോ, പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ പ്രാഥമിക മേഖലയിൽ നിന്ന് നമ്മുടെ റബ്ബർ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ തേയില എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ് പുതിയ ഉൽപ്പന്നമാക്കി മാറ്റുന്നത് അല്ലെ. റബ്ബർ ആണെങ്കിൽ എന്താണ് റബ്ബർ ഷീറ്റ് ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്, സെക്കൻഡറി സെക്ടറിലാണ്. അതുപോലെ തേയില ആണെങ്കിലോ തേയില പൊടിയാക്കി മാറ്റുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് നോക്കിക്കോ, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ എന്താണ് ന്യൂ പ്രോഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ള ഇൻവോൾവ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രോഡക്റ്റ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ. നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ള റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് എന്താ സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ദി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് കൂടുതൽ എന്താണ് വ്യവസായത്തിന് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാം, അതായത് കൂടുതൽ വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് എന്താ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് കൂടി നമ്മുടെ സെക്കൻഡറി സെക്ടറിന് പേരുണ്ട്. പ്രൈമറി സെക്ടറിന് എന്താണ് അഗ്രികൾച്ചർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പേര് വന്നത്. ഇവിടെ എന്താണ് കൂടുതൽ എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടറിന് വരാൻ കാരണം ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അതായത് എക്സാമ്പിൾസ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മുടെ കറണ്ട് ഉൽപാദനം അഥവാ വൈദ്യുതി ഉൽപാദനം ഒക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെ. പ്രൈമറി സെക്ടറിലാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകളൊക്കെ വരുന്നത് അല്ലെ, വെള്ളം, ജലമൊക്കെ വരുന്നത് അല്ലെ. നമ്മുടെ വെള്ളത്തിൽ നിന്നാണല്ലോ നമുക്ക് എന്താണ് വൈദ്യുതി ഒക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ എന്താണ് വൈദ്യുതി ഉൽപാദനം, പിന്നെ അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിളാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്താ മനസ്സിലായില്ലേ, അതായത് നമ്മൾ പരുത്തിയും ജൂട്ട് അല്ലെ, പരുത്തി അല്ലെങ്കിൽ എന്താണ് കോട്ടൺ ഒക്കെ കൃഷി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിലാണ്. അത് നമ്മുടെ സെക്കൻഡറി സെക്ടറിലേക്ക് വരുമ്പോൾ എന്താണ് അത് അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ടെക്സ്റ്റൈൽസ് ആണ്. അവിടെ എന്താ തുണി വ്യവസായമാണ് നടക്കുന്നത്. കാരണം വ്യവസായങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്താണ് വ്യവസായങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് കൂടി ഇതിന് പേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് എന്താ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. അതായത് അവിടെ പരുത്തി കൃഷി ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് പുതിയ ഉൽപ്പന്നമാക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ് സെക്കൻഡറി സെക്ടറിലാണല്ലേ. അവിടെയാണ് നമ്മൾ എന്താണ് തുണി വ്യവസായം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സെക്കൻഡറി സെക്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തൃതീയ മേഖല അഥവാ ടെറിഷറി സെക്ടർ, സേവന മേഖല എന്നാണ് തൃതീയ മേഖലയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത്. അതായത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുണ നൽകുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടെറിഷറി സെക്ടർ. ഫോർ എക്സാമ്പിൾ നമ്മുടെ തേയില ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കണ്ടേ. നമ്മൾ ചെരുപ്പുകളാക്കിയും ടയറുകളാക്കിയൊക്കെ മാറ്റിക്കഴിഞ്ഞ് ഇത് ഒരു സ്ഥലത്ത് എന്താണ് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ അല്ലേ, അതൊക്കെ വരുന്നത് നമ്മുടെ തൃതീയ മേഖലയിൽ ടെറിഷറി സെക്ടറിലാണ് അതൊക്കെ വരുന്നത്. അതുപോലെ ഒരു ഡോക്ടർ നമ്മളൊരു പേഷ്യന്റിനെ ചികിത്സിക്കുന്നത് അതൊരു സർവീസും ചെയ്യുന്നുണ്ട് അല്ലേ, അതൊരു സർവീസും കൂടിയാണ്, ഒരു സേവനം കൂടിയാണ്. അപ്പോൾ എല്ലാ സേവനങ്ങളും എന്താണ് തൃതീയ മേഖലയിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. അതായത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക അല്ലെ, സ്റ്റോർ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും, എല്ലാവിധ സേവന ബാങ്കിങ് അതുപോലെ ഹെൽത്ത് കെയർ, ഇതൊക്കെ എന്താണ് സേവന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ തൃതീയ മേഖലയിലാണ് വരുന്നത്. അതിനാൽ ഈ മേഖലയെ സേവന മേഖല എന്നും വിളിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആണ് ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം, ഇതൊക്കെ എന്താണ് നമ്മുടെ തൃതീയ മേഖലയിൽ വരുന്നതാണ്.
എടാ ഇപ്പം നമുക്ക് ഈ ഒരു ടീ പാക്കറ്റ് അല്ലേ, നമ്മൾ ടീ പാക്കറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്തുള്ള സമീപത്തുള്ള കടകളിലാക്കി കൊടുക്കാൻ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടേ, അല്ലെങ്കിൽ ഇതൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു സ്ഥലം വേണ്ടേ. അതുപോലെ എന്താണ് നമ്മൾ ചെയ്യുന്ന എല്ലാം അല്ലേ ഇതുമായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ മാത്രമല്ല വിവിധ സ്റ്റോറുകളിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇതൊക്കെ എത്തിക്കുക എന്നുള്ളത് എന്താണ് അവിടെ മെയിനായിട്ട് പങ്കുവഹിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ വരുന്നത് നമ്മുടെ തൃതീയ മേഖല അഥവാ ടെറിഷറി സെക്ടറിലാണ്. ഓക്കെ, അതാ ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. പ്രൊവൈഡ് സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. പ്രൈമറി സെക്ടറിലേക്കും സെക്കൻഡറി സെക്ടറിലേക്കും വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ടെറിഷറി സെക്ടർ ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ കൈൻഡ്സ് ഓഫ് സർവീസസ് ആക്ടിവിറ്റി, എല്ലാ സേവന പ്രവർത്തനങ്ങളും സച്ച് ആസ് ദ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ് ഫ്രം ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. Therefore, this sector is known as service sector. Example, banking, health care, communication, etc. ഇതൊക്കെ എന്താണ് നമ്മുടെ ടെറിഷറി സെക്ടറിൽ വരുന്നതാണ്. അപ്പൊ 3 നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് വ്യവസായങ്ങളുടെ വളർച്ച എങ്ങനെയായിരുന്നു, ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി. എടാ ആദ്യകാലങ്ങളിൽ നമ്മൾ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കൃഷിയൊക്കെ ആയിരുന്നു അല്ലെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ ഏർലി ഡേയ്സ് ആദ്യകാലങ്ങളിൽ ഇറ്റ് വാസ് ഫുഡ് ക്രോപ്സ് ദാറ്റ് വർ മോസ്റ്റ്ലി കൾട്ടിവേറ്റഡ്. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കൂടുതലായിട്ട് എന്താണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തായി യെസ് ഗ്രാജുവലി കാലക്രമേണ എന്തുണ്ടായെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബിഗെയിൻ ടു ദ കൾട്ടിവേറ്റഡ്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ സെക്ടറിന് മെയിൻ ആയിട്ട് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള കൃഷികളൊക്കെ ചെയ്യാൻ തുടങ്ങിയതാണ് നമ്മുടെ കോട്ടൺ, ജൂട്ട്, റബ്ബർ. ഇതൊക്കെ എന്താണ് യെസ് വ്യാവസായിക മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് അല്ലെ അസംസ്കൃത വസ്തുക്കളൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് പ്രൊഡക്ഷൻ ബിക്കം പോസിബിൾ ആസ് റിസൾട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഓൾ ദ 3 സെക്ടർ. പ്രകൃതി വിഭവങ്ങളും അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുകളും കാർഷിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചെന്താണ് വ്യാവസായിക മേഖല വളരില്ലേടാ. ബിക്കോസ് നമ്മൾ പരുത്തിയിലൂടെ അവിടെ ഒരു ഇൻഡസ്ട്രി വളർന്നു വരുന്നുണ്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളർന്നു വരുന്നുണ്ട് അല്ലേ, റബ്ബർ ഇൻഡസ്ട്രി അല്ലേ, റബ്ബർ വ്യവസായം, അങ്ങനെ പല ഇൻഡസ്ട്രികൾ ഇങ്ങനെ വ്യവസായങ്ങൾ വളർന്നു വരുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഷുഗർ എന്താണ് പഞ്ചസാര പ്രൈമറി സെക്ടർ ആണ് അല്ലേ. നമ്മുടെ ഷുഗർ കെയിൻ, കരിമ്പ്, അതെന്താണ് പഞ്ചസാരയാക്കി മാറ്റുന്നില്ലേ, അതായത് പഞ്ചസാരയായി മാറുന്നു. അവിടെ എന്താ ഒരു ഷുഗർ ഇൻഡസ്ട്രി തന്നെ, പഞ്ചസാര വ്യവസായം തന്നെയാണ് അവിടെ വളർന്നു വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് വ്യവസായ മേഖല വളർന്നു അല്ലെ. അസംസ്കൃത വസ്തുക്കളും നമ്മുടെ കാർഷിക മേഖലയിലുള്ള അസംസ്കൃത വസ്തുക്കളും അതുപോലെ പ്രകൃതി നാച്ചുറൽ റിസോഴ്സസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വ്യാവസായിക മേഖല വളരാൻ തുടങ്ങി. അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. അതായത് ഷുഗർ ഇൻഡസ്ട്രി, ഓയിൽ ഇൻഡസ്ട്രി, അതുപോലെ റബ്ബർ ഇൻഡസ്ട്രി, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് വളർന്നു വരികയാണ് ചെയ്തത്. നോക്കിക്കോ, നമ്മുടെ ബാമ്പു, ഇതാണ് മുള അല്ലെ. അപ്പോൾ ഈ മുള കൊണ്ടാണ് നമ്മൾ ഇന്ന് എഴുതുന്ന നോട്ട്ബുക്കും വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കും നമ്മൾ പഠിക്കുന്ന എല്ലാ പേപ്പേഴ്സും ഒക്കെ എല്ലാ ബുക്കും ഒക്കെ മുള അല്ലെ. മുള എന്താണ് നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ളതാണ്. അതുപോലെ അത് പേപ്പർ റോളുകളാക്കി മാറ്റുന്നു, അത് പിന്നീട് നോട്ട് ബുക്കാക്കി മാറ്റുന്നു. ഇതൊക്കെ ഇതൊക്കെ ഇവിടെ 3 പ്രവർത്തനങ്ങൾ, 3 ആക്ടിവിറ്റീസ്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി, ഇതൊക്കെ 3ഉം കൂടി ഒരുമിച്ച് പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 3 ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാമ്പത്തിക പ്രവർത്തനം അതൊന്ന് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നത് ഈ 3 ആക്ടിവിറ്റീസും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതുപോലെയാണ് നമ്മുടെ റബ്ബർ പാൽ അല്ലെ. നമ്മുടെ റബ്ബർ മരത്തിൽ നിന്ന് ഈ പാല് അല്ലെ, ഈ ഒരു പാലൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അത് നമ്മൾ റബ്ബർ ഷീറ്റുകളാക്കി മാറ്റുന്നുണ്ട് അല്ലേ. അതായത് നമ്മളെ ടയറ്, അതുപോലെ നമ്മുടെ ചെരുപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പ്, നമ്മളെ കയ്യിലിടുന്ന ഒരു റബ്ബറിന് ഒരു ഗ്ലൗസ്, അതുപോലെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ റബ്ബറായിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അല്ലേ. മെയിനായിട്ട് നമുക്ക് ചക്രം, നമ്മുടെ ടയർ തന്നെ നോക്കാം. ഈ ടയർ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത് നമ്മുടെ റബ്ബറിൽ നിന്നാണ് അല്ലേ. റബ്ബറിൽ നിന്ന് നമ്മൾ സെക്കൻഡറി സെക്ടറിൽ അത് ഷീറ്റുകളാക്കി മാറ്റുന്നു അല്ലേ. യന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് ഷീറ്റുകളാക്കി മാറ്റുന്നുണ്ട് അല്ലേ. ഷീറ്റുകളാക്കി മാറ്റിയിട്ട് അത് ടയറിലേക്ക് എത്തിക്കുന്നു അല്ലേ. അപ്പൊ ടയറിൽ ടയറൊക്കെ ആയി അല്ലെങ്കിൽ ചെരുപ്പൊക്കെ ആയി, ചെരുപ്പുകളൊക്കെ ആളുകളിലേക്കൊക്കെ എത്തിക്കണ്ടേ. ചെരുപ്പുകളൊക്കെ ആളുകളിലേക്ക് എത്തിക്കണം, മാർക്കറ്റിലേക്ക് എത്തിക്കണം. ഇതിനൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണം അല്ലേ. അപ്പൊ അവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ. നമ്മുടെ പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെറിഷറി സെക്ടർ. ഈ 3 കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഒരു ഉൽപ്പന്നം നല്ല രീതിയിൽ ഉണ്ടാവുന്നത്.
ഓക്കെ. അപ്പോൾ എന്താണ്, ഒരു ചെരുപ്പിന്റെ തന്നെ നോക്കുകയാണെങ്കിൽ എന്താ, നമ്മളെ ഈ ഒരു റബ്ബർ ഷീറ്റിൽ എന്താണ് ഒരു വലിയൊരു അച്ച് പോലത്തെ സംഭവം അല്ലേ, അതായത് ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഒരു അച്ച് പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ ഒരു ആകൃതിയിൽ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്താണ് ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചെരുപ്പിന് പിന്നിൽ എന്താണ് ഒരു വലിയ കഥയുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഓരോ ഇൻഡസ്ട്രീസ്, ഓരോ വ്യവസായങ്ങൾ അവിടെ വളർന്നു വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം എന്താണ്, ഒരു ചെരുപ്പിന്റെ ഫാക്ടറി തന്നെ ഒരു വലിയൊരു എന്താണ് ഒരു പ്രൊഡക്ഷൻ, ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആദ്യം നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കണം അല്ലേ, ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അതിനു മുമ്പ് എന്താണ്, റബ്ബർ കൃഷി ചെയ്യണം അല്ലേ. അത് നമ്മളെന്താണ് അതിലെ പാല് കളക്ട് ചെയ്യുക, അത് റബ്ബർ ഷീറ്റുകളാക്കി മാറ്റുക. ആ റബ്ബർ ഷീറ്റുകളിലൂടെ എന്താണ് ആ സാധനത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പാണെങ്കിലും ടയറിലേക്കാണെങ്കിലും അതൊക്കെ ഉണ്ടാക്കി എടുക്കുക അല്ലേ. അത് ലാസ്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുക. അതിൻ്റെ പിന്നിൽ എന്താണ് ഒരുപാട് ആളുകളുടെ പ്രയത്നമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്താണ് വ്യവസായങ്ങൾ, അതായത് കാർഷിക മേഖലയിലുള്ളതും അതുപോലെ എന്താണ് കാർഷിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത്, നാച്ചുറൽ റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് പുതിയ വ്യവസായങ്ങൾ വളരെയാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നോക്കിക്കോ, കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും രണ്ടിനെന്താ, അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് രണ്ടാമത്തെ സെക്കൻഡറി സെക്ടറാണ്. രണ്ടും കണക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ എന്താണ്, പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ടെറിഷറി സെക്ടറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഇത് മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ എന്താണ് ഒരു ഉൽപ്പന്നം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം, നമ്മുടെ വസ്ത്രങ്ങളായിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന പുസ്തകങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഈ ഒരു 3 ആക്ടിവിറ്റീസിലൂടെ കടന്നിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് സാരം. ഓക്കെ. The tertiary sector provide the service required for the primary and secondary sector. Hence all those 3 sectors are interconnected. ഈ 3 എന്താണ് interconnected ആണ് കേട്ടോ. അതായത് പ്രൊഡക്ഷൻ become possible as result of economic activities that take place in the all 3 sectors. അല്ലെ, 3 മേഖലകളിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഉൽപാദനം സാധ്യമാകുന്നത്. ഓക്കെ. ഒരു സാധനത്തിന്റെ ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഈ 3 സെക്ടേഴ്സിലൂടെ കടന്നു പോയിട്ടാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയാണ് വളർന്നതെന്ന് മനസ്സിലായില്ലേ. അതായത് പണ്ടൊക്കെ എന്താണ് കൃഷി, നമുക്ക് ഫുഡിന് വേണ്ടി മാത്രം കൃഷി ചെയ്തു. പിന്നീട് എന്താണ് വ്യവസായത്തിന് വേണ്ടിയിട്ട് അല്ലേ, ഇൻഡസ്ട്രിയൽ ആ ഒരു മേഖലയിലേക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ പരുത്തി, അതൊക്കെ എന്താണ് പരുത്തി, കോട്ടൺ, അതായത് ജൂട്ട്, ചണം, റബ്ബർ, ഇതൊക്കെ ഇൻഡസ്ട്രിയിലേക്ക്, വ്യവസായമാണല്ലേ മെയിനായിട്ട് നോക്കുന്നത്. അതുപോലെ ഷുഗർ ഇൻഡസ്ട്രി, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പോൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.